പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ വോട്ടെടുപ്പിന്. വളരെ ആവേശത്തിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ശക്തമായിട്ടുള്ള മത്സരമാണ് ഇക്കുറി മുന്നണികൾ തമ്മിൽ നടക്കുന്നത്. അനിൽ, അങ്ങയുടെ പേരാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നാമതായി ഉള്ളത്. അതൊരു അഡ്വാൻറ്റേജ് ആണോ? ഇപ്പം സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ബാലറ്റ് ബോക്സിലുള്ള പേര് നമ്മുടെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചാണ്. അതിപ്പം അത് യാദൃശികമായിട്ട് ഇങ്ങനെ വന്നു. പക്ഷേ ഇത് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അതിനു മുമ്പ് ഒരു പ്രല്യൂഡാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒന്നാമത് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ടർമാർ ചെല്ലുമ്പോൾ അവർ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അനിൽ ആന്റണിയുടെ പേരായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു, അല്ലേ? ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇപ്പോൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണിയുടെ പേരായിരുന്നു ആദ്യം. അദ്ദേഹം ജയിച്ചു. ഇപ്രാവശ്യം ഞാൻ ജയിക്കും. പക്ഷെ അത് കാരണമല്ല, ഇപ്രാവശ്യം ഇവിടെ LDF-നെതിരെ വലിയൊരു ജനവികാരം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ആ കാരണം അവരുടെ ഗവൺമെന്റിന്റെ നോൺ പെർഫോമൻസും കറപ്ഷനും എല്ലാം വലിയ ഫാക്ടേഴ്സാണ്. പിന്നെ ഇന്ന് സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ വികസനം ഇല്ലായ്മയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വികസനവും അവസരങ്ങളും എല്ലാം വേണം. അപ്പം ഇന്നത്തെ ഈ സംസ്ഥാന സർക്കാരിന് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം ഇന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. മറ്റ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കഴിഞ്ഞ 15 വർഷം എല്ലാവരും പറയുന്നത് വളരെ പൊട്ടൻഷ്യലുള്ള ഈ മണ്ഡലത്തിൽ നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഒരു ഫ്രാക്ഷൻ പോലും നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് വികസനം വേണം. LDF-നെതിരെ വലിയൊരു ജനങ്ങൾക്ക് LDF-നെതിരെ വലിയൊരു ജനവികാരമുണ്ട്. ഇവിടെ 15 കൊല്ലം ഭരിക്കുന്ന MP-ക്കെതിരെ വലിയൊരു ജനവികാരമുണ്ട്. അതുപോലെ ഇന്ന് ആദ്യമായിട്ടാണ്, ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഇതൊരു MP-യെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല. അപ്പം ആദ്യമായിട്ടൊരു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 3ാം തവണയും തെരഞ്ഞെടുപ്പിന് പോകുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ആന്റി ഇൻകംബൻസി ഇല്ലാത്ത പ്രോ ഇൻകംബൻസി വേവിലാണ് പോകുന്നത്. പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടുത്തെ എല്ലാ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുള്ളൊരു മെസ്സേജ് എനിക്ക് തരുന്നു. മറ്റ് 2 പേരും ഏകദേശം 70 വയസ്സിന്റെ അടുത്തും 70 വയസ്സ് കഴിഞ്ഞവരുമൊക്കെയാണ്. ഇന്ന് ഇന്ത്യ യുവാക്കളുടെ ഒരു രാജ്യമാണ്. അവർ പുതിയൊരു രാഷ്ട്രീയം അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉള്ള കാരണം വിജയിക്കും. പക്ഷെ ബാലറ്റ് ബോക്സിൽ ആദ്യത്തെ പേരുള്ളത് യാദൃശ്ചികമാണ്. അതൊരു വലിയൊരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നില്ല. 3 മുന്നണികളുടെയും കാര്യമെടുക്കുമ്പോൾ 3 മുന്നണികളുടെയും ദേശീയ നേതാക്കൾ ഇതിനോടകം തന്നെ നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPക്ക് വേണ്ടി രംഗത്തിറങ്ങി. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്താൻ പോവുകയാണ്. ഈ കോൺഗ്രസിന്റെ ഒരു പ്രചരണത്തിനായിട്ട് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നതിന് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പൊ സ്വന്തം ഇവരൊക്കെ UP ആയിരുന്നു ഇവരുടെ ബേസ്. അപ്പം സ്വന്തം സംസ്ഥാനത്തുനിന്ന് വട്ടപൂജ്യമായവർ മറ്റ് സ്ഥലങ്ങളിൽ വന്ന് പ്രചരണം നടത്തുന്നതിൽ വലിയ കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി വരുന്നിരുന്നു, അതുപോലെ പ്രതിരോധ മന്ത്രി ഇവിടെ വന്നിരുന്നു. ഇവർക്കൊക്കെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയും ഗുഡ്വില്ലുമുള്ള നേതാക്കൾ ഇവരൊക്കെയാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഫാക്ടർ നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികളുമാണ്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഇത് ഇന്ത്യയിൽ മുഴുവൻ എന്നൊരു മോദിജിയുടെ വേവാണ്. കേരളത്തിലും അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം വിശ്വാസം. ഇപ്പം അത് കാരണം ഇപ്പം പ്രിയങ്ക ഗാന്ധിയും ഗാന്ധി കുടുംബത്തിലെ ഓരോരുത്തരും വരുന്നതൊന്നും ഈ മണ്ഡലത്തിലെ വലുതായിട്ട് സ്വാധീനിക്കാൻ പോകുന്നില്ല. ഇനിയും നമ്മൾ മുന്നേറ്റ് തന്നെയാണ് പോകാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇവിടെ UDF വിജയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-ന് അനുകൂലമായിട്ട് നിരവധി നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ വന്നിരുന്നു. MM ഹസൻ താങ്കൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നു എന്നൊരു സൂചന MM ഹസന് നേരത്തെ ലഭിച്ചിരുന്നു. എനിക്കറിയില്ല. എന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കോൺഗ്രസ് വിട്ടപ്പോൾ എന്നെ ഇങ്ങനെ അദ്ദേഹം വിളിച്ചു. ഒരു വെൽവിഷർ എന്നുള്ള നിലയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അടുത്ത എന്താണ് ഇനി അദ്ദേഹത്തിന് എവിടെന്നോ അങ്ങനെ മാധ്യമങ്ങളിങ്ങനെ ഓരോന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, BJPയിലൊന്നും ഒരിക്കലും പോയരുത്, CPM-ൽ പോയാലും കുഴപ്പമില്ലെന്നൊക്കെ എന്നോടൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ
ടിക്കറ്റിന് വേണ്ടിയൊന്നുമല്ല. ഞാനിവിടെ പ്രവേശിച്ചത് നരേന്ദ്രമോദിജിക്കുള്ള എൻ്റെ വിശ്വാസം, അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വിശ്വാസമൊക്കെ കാരണമാണ്. അത് മറ്റൊരു പാർട്ടികൾക്കും ഇല്ല. അത് കാരണം ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചു. പക്ഷെ ഹസൻ എന്തുകൊണ്ടായിരിക്കാം അങ്ങ് CPM-ലേക്ക് പോയാൽ മതി, BJP-യിലേക്ക് പോകണ്ട എന്ന് പറയാൻ കാര്യം? പോയാലും BJP-യിലേക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. അതിപ്പം അവർ രണ്ടുപേരും ഒരു മുന്നണിയുടെ ഭാഗമാണല്ലോ. ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ അവരൊന്നാണ്. രണ്ടുപേരും NDA മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിൽ നിന്ന് രണ്ടുപേരും രണ്ടായിട്ട് നിൽക്കുന്നതെന്ന് BJP അകറ്റി നിർത്താൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറയുന്നു BJP-യും CPM തമ്മിൽ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണെന്ന്. ഇതൊക്കെ വിവരക്കേടാണ്. കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർ ഒന്നാണ്. ഇവർ ഡൽഹിയിൽ ഒരുമിച്ചിരിക്കുന്നു, വെസ്റ്റ് ബംഗാളിൽ ഒന്നാണ്, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ത്രിപുര എല്ലായിടത്തും ഇവർ ഒരുമിച്ച് എല്ലായിടത്തും ഇവർ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. കേരളത്തിൽ മാത്രം BJP മാറ്റി നിർത്താൻ ഇവർ രണ്ടായിട്ട് നിൽക്കുന്നു. കാരണമൊക്കെ പറഞ്ഞതായിരിക്കാം. അനിൽ വളരെ കൂളാണ്, വലിയ ആത്മവിശ്വാസം തന്നെയാണെന്ന് തോന്നുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. കാര്യം ഇപ്പം വന്ന് 7 ആഴ്ചയായി. ലാസ്റ്റ് ലാപ്പിലേക്ക് പ്രവേശിച്ചു. എല്ലാ ദിവസവും മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇവിടുത്തെ യുവാക്കൾ, ഇവിടുത്തെ മഹിളകൾ, ഇവിടുത്തെ കർഷകർ, ഇപ്പം നരേന്ദ്രമോദിജി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഏരിയാസ് ഇതാണ്. പാവപ്പെട്ടവർ, ഈ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട ജനങ്ങളെല്ലാം ഇത് തന്നെയാണ്. അവരെല്ലാവരും എന്നോട് വളരെ കാര്യമായിട്ട് പെരുമാറുന്നു. കാര്യം ഇന്ന് നമ്മുടെ പുതിയ മാനിഫെസ്റ്റോ, നാഷണൽ മാനിഫെസ്റ്റോ നോക്കിയാലും ഈ 4 വിഭാഗങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ എല്ലാവരും അവരൊക്കെ തന്നെയാണ്. അപ്പം അവർക്കെല്ലാം ഇന്ന് മോദിജിയിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. അത് കാരണം അപ്പം മോദിജിയിൽ ഒരുപാട് പ്രതീക്ഷ അവർക്കുണ്ട്. അത് കാരണം തന്നെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാവരും ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റുകാര്, അപ്പം ഒരുപാട് മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇതുവരെ കേരള കോൺഗ്രസിനൊക്കെ വേണ്ടി മാത്രം വോട്ട് ചെയ്തവർ ഇപ്രാവശ്യം എന്നോട് ആയിരക്കണക്കിന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് നമ്മൾ മോദിജിക്ക് വേണ്ടിയും താമരയ്ക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും വോട്ട് ചെയ്യാൻ പോവുകയാണ്. അത് തന്നെ വലിയൊരു കാര്യമാണ്. രാജ്നാഥ് സിംഗ്, പ്രതിരോധ വകുപ്പ് മന്ത്രി, കഴിഞ്ഞ ദിവസം അങ്ങേക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ പ്രചാരണത്തിനായിട്ട് എത്തിയപ്പോൾ അങ്ങ് AK ആന്റണിയുടെ കാൽത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അനുഗ്രഹമൊക്കെ ചോദിക്കുകയും ചെയ്യും. കാര്യം അദ്ദേഹം എൻ്റെ പിതാവാണ്. എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വ്യക്തിയുള്ള ഒന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എനിക്ക് ഞാനല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിന് ആൾക്കാർ അംഗീകരിക്കാത്ത രാഷ്ട്രീയമാണ്. അത് കാരണമാണ് നമ്മൾ പിന്നെയും തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി പിന്നെയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്ത്യൻ ജനത, ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ കോടിക്കണക്കിന് ഇന്ത്യൻ ജനത ഇന്ന് നരേന്ദ്രമോദിജിയുടെ കൂടെ നിൽക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. അതിലൊന്നാണ് ഞാൻ. പക്ഷെ കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. നമ്മൾ ഒരേ കുടുംബമാണ്. ഇപ്പം എന്നും ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള 2 പേർ എൻ്റെ മാതാപിതാക്കളാണ്. അത് പേഴ്സണലും രാഷ്ട്രീയമായിട്ട് ഇവിടെയുള്ള ചിലവർ കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ നമുക്കതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, എനിക്ക് എൻ്റെ രാഷ്ട്രീയം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്നു. പക്ഷെ ആ വിശ്വാസം ഇന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന്, ഞാനുൾപ്പെടെ കോടിക്കണക്കിന് ജനങ്ങൾക്കില്ല. അത് കാരണമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ആധുനിക ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ മോദിജി ജയിച്ചതും. 3ാമത്തെ പ്രാവശ്യം അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ നമ്മൾ ജയിക്കാൻ പോകുന്നു. കാര്യം പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിലെ ആസ്പിറേഷണൽ ഇന്ത്യ, അവരെല്ലാം മോദിജിയുടെ കൂടെയാണ്. കാര്യം അവർക്ക് വികസനം വേണം, അവസരങ്ങൾ വേണം, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, ലോകാത്തര നിലവാരമുള്ള വികസനം വേണം, അവർക്ക് തൊഴിലവസരങ്ങൾ വേണം, നല്ല വ്യവസായങ്ങൾ വേണം. ഇതിനൊക്കെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾക്ക് മുന്നോട്ട് പോകണം. അപ്പം അത് ഇന്ന് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അനിൽ ആന്റണി വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. ഇക്കുറി 12 ലോക്സഭാ മണ്ഡലത്തിൽ NDA ചരിത്രം തിരുത്തി കുറിക്കുമെന്നാണ് അനിൽ ആന്റണി പറയുന്നത്. ഒപ്പം പിതാവിന്റെ അനുഗ്രഹം തന്നോടൊപ്പം ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പിതാവിന്റെ അനുഗ്രഹം താൻ തേടുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.